കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള MJX ബ്രാൻഡിൽ വരുന്ന 1:12 സ്കെയിൽ ബ്രോങ്കോയാണ്. ബ്രോങ്കോ നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ വേറെ ആരും അധികം ചെയ്യാത്തൊരു മോഡലായിരിക്കും ഇത്. ഐ തിങ്ക് വേൾഡിൽ ഫസ്റ്റ് ആയിരിക്കും ഒരു ബ്രോങ്കോ 1:12 വരുന്നത്. റോൾ ഗേജൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്ന വണ്ടി. അത്യാവശ്യം നല്ല ഓഫ് റോഡ് കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് കാണിച്ചു തരാം വണ്ടി ഡീറ്റെയിൽസ് ആയിട്ട്. ഇതാണ് റോൾ ഗേജൊക്കെ സെറ്റ് ചെയ്ത നമ്മുടെ ബ്രോങ്കോ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇന്നേ വരെ ലോകത്താരും ചെയ്യാത്ത സംഭവമാണ്. ഫസ്റ്റ് ടൈം നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഹാൻഡ് മെയ്ഡാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റോൾ ഗേജാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മറിഞ്ഞാലും വീണാലും ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്നുള്ള പെയിൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വണ്ടിക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും വേൾഡിൽ ഫസ്റ്റ് ബ്രോങ്കോ ഈ രീതിയിൽ ഇറക്കി വെക്കുന്നത്. അതാണ് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽ റിവ്യൂ. നമ്മൾ ഇവിടെ നിന്നൊരു റോൾ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഇത് MS-ൻ്റെ കമ്പനിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 2 സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, അങ്ങനെ മൊത്തം 6 സ്ക്രൂവിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ പോയി ഒരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. അപ്പോൾ റൂമിൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് വീഡിയോയൊക്കെ. അതുകൊണ്ടാണ് ചെറിയൊരു റൂമിൻ്റെ പോർഷനൊക്കെ കയറി വന്നിരിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള ലുക്കും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലും സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരേ കളറിലുള്ള പെയിൻ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ അടിവശം എന്ന് പറയുന്നത്. മെറ്റൽ പാർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ റിയർ ആക്സിലും ലിങ്ക് റോഡൊക്കെ കൊടുത്തിരിക്കുന്നത് മെറ്റലാണ്. പക്ഷേ ഇതിൻ്റെ എൻഡ് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. അത്ര സേഫായിട്ടുള്ള പരിപാടിയല്ല. പിന്നെ ഷേസ് കൊടുത്തിരിക്കുന്നത് മെറ്റലാണ്. വലിയ കട്ടിയുള്ള മെറ്റലൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷീറ്റ് വളച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കമ്പനി കൊടുത്തിരിക്കുന്ന റോൾ കേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണല്ലോ. ഓവറോൾ കുഴപ്പമില്ല, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്ത് ഇപ്പോൾ 2 സ്ക്രാച്ച് ഉണ്ട്. സ്ക്രാച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. 2 സ്ക്രാച്ചൊക്കെ കിട്ടിയ പിന്നെയാണ് നമ്മൾ റോൾ ഗേജ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡലാക്കി എടുക്കാവുന്നതാണ്.